മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കടലും മഹിയും ചേർന്ന് മൂന്നാറിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയം അവരാണെങ്കിൽ തോമസ് സാറിനെ കാണാനായിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും അവരെ അറിയിക്കുന്നു. പിന്നീട് നേരെ പോകുന്നത് സാഗറിനെയും മഞ്ജുവിനെയും കാണാനായിട്ടാണ്. അവിടെ ചെല്ലുന്ന കണ്ണനാണെങ്കിൽ യാത്ര പറച്ചലിനോടൊപ്പം തന്നെ മഞ്ജുവിന് പുതിയൊരു ജോലിയും കൂടിയാണ് ഓഫർ ചെയ്തത്. BCom കഴിഞ്ഞ് നിൽക്കുന്ന മഞ്ജുവിന് ടെക്സ്റ്റൈൽസിലേക്ക് പോകണ്ട എന്നും തിരിച്ച് യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ കമ്പനിയിൽ നിനക്ക് വേണ്ടിയിട്ടൊരു ജോലി ഞങ്ങൾ തരപ്പെടുത്തിയിരിക്കുമെന്നൊക്കെ കണ്ണനാണെങ്കിൽ പറയുന്നു. പിന്നീട് അവിടെ നിന്ന് നേരെ പോകുന്നത് അനന്തുവിൻ്റെയും ലേഖയുടെയും അടുത്തേക്കാണ്. ഈ സമയം മേഘനാഥൻ ആ ഗുണ്ടയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ട് എന്നുള്ള വിവരം അനന്തുവിനോട് കണ്ണൻ പറയുന്നുണ്ട്. മാർക്കോയും പുറകെ ചെന്നിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടയെ കാണാനായിട്ട് ചെല്ലുന്നു. പിന്നീട് മാർക്കോയാണെങ്കിൽ ഇതറിയുമ്പോൾ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. മേഘനും മാർക്കോയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. മേഘനാവട്ടെ മാർക്കോയെ കണ്ട മാത്രയിൽ തന്നെ പെട്ടെന്ന് കാറെടുത്ത് അവിടെ നിന്നും മുങ്ങുന്നുണ്ട്. മാർക്കോ ഫോളോ ചെയ്ത് പുറകെ പോകുന്നുണ്ടെങ്കിലും മേഘനാഥനെ പിടികൂടാനായിട്ട് അവന് കഴിയുന്നില്ല. പിന്നീട് കണ്ണനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അവൻ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി. പിന്നെ കണ്ണൻ സാറ് പേടിക്കാനൊന്നും നിൽക്കേണ്ട, ഒരു കാര്യമില്ല. കാരണം ഇവിടെ കിടക്കുന്ന ആ ആൾക്ക് സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ സാറ് നടന്നു തുടങ്ങിയ വിവരം ഈ മേഘനാഥൻ അറിയാൻ വഴിയില്ലെന്നൊക്കെ പറയുകയാണ്. കണ്ണനും മഹാലക്ഷ്മിക്കും അനന്തവും ലേഖയ്ക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് യാത്ര പുറപ്പെടുന്നു. പിന്നീട് മേഘനാഥനാണെങ്കിൽ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നേരെ പോകുന്നത് പ്രതാപൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട്, രക്ഷപ്പെട്ട ആളെ കാണാനായിട്ട് ഞാൻ പോയിരുന്നു, പക്ഷെ അവരെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. എരുമേലി വഴി എങ്ങനെയാണ് കണ്ണൻ മല കയറിയതെന്നും ഒന്നും തന്നെ എനിക്ക് അറിയുന്നില്ല. അവരെ കണ്ട് സംസാരിക്കാമെന്നാണ് കരുതിയത്. എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു. ഈ സമയം പ്രതാപം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ പറയുന്ന മാർക്കോ അവന് ദൈവമാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് മനുഷ്യന്മാരായിട്ട് തല്ലുണ്ടാക്കാം, അതുപോലെ യുദ്ധം വയ്ക്കാം, പക്ഷെ ദൈവങ്ങളായിട്ട് എങ്ങനെയാടാ? ഈ മഹാലക്ഷ്മിക്ക് കണ്ണനും കാവലായിട്ട് വന്ന സാക്ഷാൽ അയ്യപ്പ ഭഗവാനായിരിക്കുമോ ഈ മാർക്കോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. കാരണം ആ മഹാലക്ഷ്മി ഒരു മനുഷ്യ സ്ത്രീ അല്ലെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ മാർക്കോ. അവന് എല്ലാവിടെയും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ മേഘം പറയുന്നുണ്ട്, ഏത് ദൈവങ്ങൾ വന്നാലും എനിക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഒക്കെ തന്നെ ലാവിഷായിട്ട് ജീവിക്കണമെങ്കിൽ കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അത് ആരെ കൊന്നിട്ടാണെങ്കിലും ആരെ തിന്നിട്ടാണെങ്കിലും നേടിയെടുത്തേ മതിയാകൂ. എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കൾ കൈക്കലാക്കണം മക്കളെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ പോലും കഴിയില്ല, ഭിക്ഷക്കാരായിട്ട് തന്നെ തുടരേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകളുടെ ജീവിതം ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ അവരോട് ഏറ്റുമുട്ടുമ്പോഴൊക്കെ പരാജയം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനി അവസാനത്തെ എന്തെങ്കിലും ഒരു പ്രയോഗിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പ്രതാപനും പറയുന്നുണ്ട്. ഈ സമയം കരുണയാവട്ടെ വീണ്ടും ഓരോന്നാലോചിച്ച് നിൽക്കുകയാണ്. തനിക്ക് മൂന്നാറിലേക്കും മറ്റ് പലയിടങ്ങളിലേക്കും ഇങ്ങനെ ഭർത്താവിൻ്റെയും കൈയും പിടിച്ച് പോകാനും പറ്റാത്തതിൻ്റെ എല്ലാ ദേഷ്യങ്ങളും തീർക്കുന്ന ദുർഗയോടും ഉണ്ണിയോടാണ്. ഉണ്ണിയെ വേണ്ടുമ്പോളം താഴ്ത്തി കിട്ടുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. എന്തായാലും കരുണയാണെങ്കിൽ വീണ്ടും ചിന്തിച്ചോട് നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ണിയും ദുർഗയും ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്കൊരു വഴി ഉണ്ടാക്കാമെന്നൊക്കെ. എന്ത് വഴി ഉണ്ടാക്കാൻ? ഒരിക്കലും അയാളെയും അവളെയും നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. ഈ പറയുന്നത് പോലെ നമുക്ക് മാത്രമേ തിരിച്ചടികൾ കിട്ടുന്നുള്ളൂ. പിന്നെ എൻ്റെ പോകാനായിട്ടുള്ള ഭർത്താവ് വിചാരിച്ചാൽ ഒരിക്കലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം വെറുതെ നീ എന്നോട് തർക്കിക്കാൻ നിൽക്കല്ലേ. അവരോട് നിങ്ങളും കുറേ ഏറ്റുമുട്ടാൻ നോക്കിയത് തന്നെയല്ലേ, നീ നിൻ്റെ മുത്തശ്ശിയും അച്ഛനൊക്കെ. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? അതുകൊണ്ട് വെറുതെ എന്നെ കുറ്റപ്പെടുത്താതെ കാര്യം എന്താണെന്ന് വെച്ച് ചിന്തിക്കുന്നത് പറയണം. അവസാനമായിട്ട് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവളെ അതിൽ പൂട്ടണം, അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അവളെ ഇല്ലാതാക്കാനായിട്ട് കഴിയില്ലെന്ന് പറയണം. ആ അവസാനമായിട്ടുള്ള വഴി എന്താണെന്ന് അറിയാനായിട്ട് ദുർഗയും നമ്മുടെ ഉണ്ണിയൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അത് ഞാൻ എന്തായാലും പ്രാവർത്തികമാക്കുമ്പോൾ പറഞ്ഞോളാം, നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും അതിന് സാധിക്കില്ല. ഈ സമയം ഉണ്ണിക്ക് മനസ്സിലാവുകയാണ് കാരണം എന്തോ കാര്യമായി തന്നെ ചിന്തിക്കുന്നുണ്ടെന്ന്. എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും ലേഖയും ഇതൊന്നും തന്നെ അറിയാതെ
മൂന്നാറിലേക്ക് ചെന്ന് അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാത്തിരിക്കും കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.